2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ പാക് പോരാട്ടം. രാത്രി 7 മണിക്ക് കൊളംബോ പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് മത്സരം. കഴിഞ്ഞ മത്സരത്തിൽ കളിക്കാതിരുന്ന അഭിഷേക് ശർമ്മ ഓപ്പണറായി തിരിച്ചെത്തും. അതേസമയം മത്സരത്തിന് മഴ ഭീഷണിയുമുണ്ട്. ഹരികൃഷ്ണൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ഹരി, മറ്റൊരു ഐതിഹാസിക പോരാട്ടം, അതായത് ഏറ്റവും കൂടുതൽ ടെലിവിഷൻ പ്രേക്ഷകരുള്ള, ഏറ്റവും അധികം ആരാധകർ കാത്തിരിക്കുന്ന വലിയൊരു പോരാട്ടം. അതിനായി നമ്മൾ കാത്തിരിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. എന്താണ് നമ്മൾ കരുതേണ്ടത്? മഴ ഭീഷണിയാണ് എങ്കിലും മത്സരത്തിന്റെ മുഴുവൻ സമയവും മഴ അപഹരിക്കില്ല എന്ന് കരുതാം, അല്ലേ? തീർച്ചയായും രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ T20 ലോകകപ്പിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ പോരാട്ടം. ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ഒരുപാട് വിവാദങ്ങൾ, പാകിസ്ഥാന്റെ യു ടേൺ നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാന്റെ നിലപാട് മാറ്റങ്ങൾ എല്ലാം കണ്ടു. അങ്ങനെ അവസാനം ഈ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഇന്ന് നടക്കുകയാണ്. 15-ാം തീയതി മത്സരം നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയായിരുന്നു. അതിനോട് മത്സരം ഇന്ന് രാത്രി 7 മണിക്ക് കൊളംബോ പ്രേമദാസ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് വിവാദങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഹസ്തദാനമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ പ്രസ് മീറ്റിൽ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവിനോട് ചോദിച്ചിരുന്നു, മത്സരത്തിന്റെ സമയത്ത് ടോസ് ടൈമിൽ ഹസ്തദാനം ഉണ്ടായിരിക്കുമോ? കാരണം സൂര്യകുമാർ യാദവ് തന്നെ തുടങ്ങി വെച്ച ഒരു പരിപാടിയാണ് ഹസ്തദാനം നൽകാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, 24 മണിക്കൂറും കൂടെ അല്ലേ ഉള്ളൂ, നമുക്ക് കാണാം, നിങ്ങൾ ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി അടുത്ത ദിവസത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോഴും അദ്ദേഹം ഹസ്തദാനത്തെ കുറിച്ച് തള്ളിക്കളയുകയോ അല്ലെങ്കിൽ അത് ഉണ്ടാവോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ കൂട്ടത്തില് 2-3 റൈവൽറി പോയിന്റ് നമ്മൾ ഇതിനകത്ത് തന്നെ കാണുന്നുണ്ട്. ഒന്ന്, പാകിസ്ഥാൻ ക്യാപ്റ്റനായ സൽമാൻ ആഗ്ര പറയുന്നു അഭിഷേക് ശർമ്മ ഇന്ത്യക്ക് വേണ്ടി കളിച്ചാൽ കൊള്ളാമായിരിക്കും എന്ന് പറയുന്നു. അപ്പൊ സൂര്യകുമാർ യാദവ് മറുപടി പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെയാണ് ആഗ്രഹമെങ്കിൽ ഞങ്ങൾ അഭിഷേക് ശർമ്മയെ കളിപ്പിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റൈവൽറി ഈ മത്സരത്തിന് മുൻപേ തന്നെ ഇങ്ങനെ രണ്ട് ക്യാപ്റ്റന്മാരും പരസ്പരം ഒരു പോരടിക്കുന്ന കാഴ്ച കാണുന്നുണ്ട്. ഇപ്പൊ പാകിസ്ഥാൻ ക്യാപ്റ്റൻ തന്നെ പറയുന്നത് ഞങ്ങൾക്ക് ഹസ്തദാനം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. സൂര്യകുമാർ യാദവ് അതിന് മറുപടി പറയുന്നത് നിങ്ങൾ കാത്തിരിക്കും എന്നതാണ്. അപ്പൊ അങ്ങനെ എല്ലാത്തിനും നിറഞ്ഞൊരു സസ്പെൻസ് ഇപ്പോഴും അവസാനിക്കുന്നുണ്ട്. ഇനി ടീം ലൈനപ്പിലേക്ക് വരുമ്പോഴേക്കും ഏകദേശം 7-1 എന്ന രീതിയിലാണ് T20യിൽ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള പോരാട്ടം നിൽക്കുന്നത്. 7 മത്സരങ്ങൾ ഇന്ത്യ ജയിക്കുന്നു, 1 മത്സരം മാത്രം പാകിസ്ഥാൻ ജയിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നിലവിൽ കൊളംബോയിലാണ് ഈ മത്സരം നടക്കുന്നത്. പാകിസ്ഥാന്റെ കഴിഞ്ഞുള്ള 2 മത്സരങ്ങളും ഇതേ T20 ലോകകപ്പിൽ നടന്നത് കൊളംബോയിൽ വെച്ചാണ്. കാരണം നമുക്കറിയാം പാകിസ്ഥാൻ എന്തായാലും ഇന്ത്യയിൽ വന്ന് കളിക്കുന്നില്ല. അപ്പോൾ ഒരു ഫേവറേറ്റ്സ് ആയിട്ട് ഈ ടീമിൽ ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്നത് പാകിസ്ഥാനാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മാത്രമല്ല ഈ ഗ്രൗണ്ടിന്റെ വിസ്തീർണം ഏകദേശം 70 മീറ്റർ 70 മീറ്ററോളം നീണ്ടു നിൽക്കുന്നത്. അപ്പോൾ ഇത് നല്ല വലിയ ബൗണ്ടറികളാണ്. അതിനകത്ത് നിന്ന് റൺസ് കണ്ടെത്താൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഏറ്റവും കൂടുതൽ അവര് റിലൈ ചെയ്യാൻ പോകുന്നത് സ്പിൻ അറ്റാക്കിലാണ്. സ്പിൻ അറ്റാക്കിൽ നമ്മൾ 4 സ്പിന്നേഴ്സ് ആണ് പാകിസ്ഥാൻ വരാൻ പോകുന്നത്. കൂടുതൽ ഒരു പേസറായ ഷഹീൻ ഷാ അഫ്രീദി. ഈ 4 സ്പിന്നേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടും ഉറ്റുനോക്കേണ്ട ഒരു സ്പിന്നർ ഉസ്മാൻ താരിഖാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്നത് ഉസ്മാൻ ിക്കുന്ന ബൗളറുടെ ആക്ഷനെ കുറിച്ചാണ്. ആ ഉസ്മാൻ താരിഖിനെ പഠിക്കാൻ വേണ്ടി മാത്രം നെറ്റ്സിൽ സൂര്യകുമാർ യാദവ് ബൗളിംഗ് നമുക്ക് കാണാം. ഉസ്മാൻ താരിഖിന്റെ അതേ ആക്ഷനിൽ ശിവം ദുബൈക്കും ഇഷാൻ കിഷനും ഒക്കെ എറിഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ പഠിക്കുകയാണ് പാകിസ്ഥാൻ ബൗളേഴ്സിനെ ഇന്ത്യൻ താരങ്ങൾ എന്നത് പറയാതിരിക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ആ ഗ്രൗണ്ടിൽ ഇപ്പൊ സൂചിപ്പിച്ച പോലെ തന്നെ മഴ ഭീഷണി ഉണ്ടെങ്കിൽ പോലും പൂർണ്ണമായും മഴ ആ മത്സരത്തെ തട്ടിയെടുക്കാനുള്ള സാഹചര്യം നിലവിലത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസിൽ ഇല്ല. എന്നാൽ പോലും ഒരു ഓവർകാസ്റ്റ് ആയിട്ടാണ് നിലവിൽ നിൽക്കുന്നതെങ്കിൽ പോലും ഡ്യൂ ഫാക്ടർ കുറവായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ മത്സരങ്ങളിൽ ഡ്യൂ ഉണ്ടായിരുന്നില്ല. ഇതേ T20 ലോകകപ്പിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം കണ്ടതാണ് ഓസ്ട്രേലിയ സിംബാബ്വേയില്. സിംബാബ്വെ ഓസ്ട്രേലിയ അട്ടിമറിക്കുന്ന കാഴ്ച കണ്ടത് ഇതേ ഗ്രൗണ്ടിലാണ്, ഇതേ പ്രേമദാസ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നാളുകൾക്ക് മുമ്പ് സിംബാബ്വെ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയത്. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചയും കൂടെ കണ്ട ഗ്രൗണ്ടിലാണ് ഇന്നത്തെ മത്സരം പ്രധാനമായി നടക്കാൻ പോകുന്നത് എന്നത് കൂടിയുണ്ട്. ഇന്ത്യൻ ടീം ലൈനപ്പിലേക്ക് വരുമ്പോഴേക്കും സഞ്ജു സാംസൺ മിസ് ഔട്ട് ചെയ്യും. അഭിഷേക് ശർമ്മ ടീമിലേക്ക് വരികയാണെങ്കിൽ സഞ്ജു സാംസൺ ഉറപ്പായിട്ട് സ്ഥാനം ഉണ്ടാവില്ല. അപ്പൊ അതോട് നമീബിയക്ക് എതിരായ മത്സരത്തിൽ മാത്രമായിട്ട് സഞ്ജു ഒതുങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പൊ സഞ്ജു പുറത്താവുന്നു, അഭിഷേക് ശർമ്മ വരുന്നു. കൂടുതൽ ഈ റിങ്കു സിംഗിനെ മാറ്റുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം കഴിഞ്ഞ 2 മത്സരങ്ങളിലായിട്ട് ഫോം ഔട്ട് നിൽക്കുകയാണ് റിങ്കു. അപ്പൊ റിങ്കുവിനെ മാറ്റിക്കൊണ്ട് ഒരു എക്സ്ട്രാ സ്പിന്നറായ വാഷിംഗ്ടൺ സുന്ദറിനെ കളിപ്പിക്കാൻ സാധ്യതയുണ്ടോ? ഇതാണ് ഇവർ ഉറ്റുനോക്കുന്നത്. ഒന്നുകിൽ റിങ്കുവിനെ മാറ്റാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അർഷദീപ് എന്ന പേസ് ബോളറെ മാറ്റിക്കൊണ്ട് നിലവിലത്തെ കൊളംബോയിലെ സ്പിൻ കണ്ടീഷൻസ് യൂസ് ചെയ്തുകൊണ്ട് സ്പിന്നറിനെ ഒരു എക്സ്ട്രാ സ്പിന്നറായ വാഷിംഗ്ടൺ സുന്ദറിനെ കളിപ്പിക്കാൻ ഇന്ത്യക്ക് ചാൻസ് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ അർഷദീപ് സിംഗ് പുറത്തിരിക്കാം. ടഫ് കോൾ ആണ്. അർഷദീപ് ലീഡിംഗ് പേസറാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഒന്നുകിൽ അർഷദീപ് മാറിയേക്കാം, അല്ലെങ്കിൽ സ്വാഭാവികമായി റിങ്കു സിംഗ് മാറിയേക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് നിലവിലെ ടീം ഫോർമേഷൻ പോകുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ ഫേവറേറ്റ്സ് ആയിട്ട് നിൽക്കുന്ന 4 സ്പിന്നേഴ്സ് ഉണ്ട്. പക്ഷെ കഴിഞ്ഞ കുറെ എൻകൗണ്ടേഴ്സ് നമുക്കറിയാം ഒരു 1 സൈഡ് ഫേവറേറ്റ് ആയിട്ട് ഇന്ത്യ നിൽക്കുകയാണ്. 7-1 അതാണ് നിലവിൽ നിൽക്കുന്നത്. 7 മത്സരങ്ങൾ ഇന്ത്യ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു, 8 മത്സരങ്ങൾക്കെതിരെ പാകിസ്ഥാനെതിരെ. പക്ഷെ ഇത്തവണ പാകിസ്ഥാൻ കുറച്ചുകൂടെ നല്ല സ്ട്രോങ് സൈഡാണ്.
പ്രത്യേകിച്ച് അവരുടെ തുടക്കത്തിൽ അവർക്ക് ഏറ്റവും നല്ല സ്റ്റാർട്ട് കൊടുക്കാൻ ഷഹീദ് ഷാ ഫർഹാൻ എന്ന് പറഞ്ഞ ഒരു ബാറ്റർ ഉണ്ട്. ഇപ്പൊ നിലവിൽ T20 ലോകകപ്പിൽ പാകിസ്ഥാന് വേണ്ടി ഏറ്റവും കൂടുതൽ റൺ എടുത്തിരിക്കുന്ന ഒരു ഓപ്പണർ ഷഹീദ് ഷാ ഫർഹാനാണ്. ഷഹീദ് ഷാ ഫർഹാനും സൈം അയ്യൂബും ചേർത്ത് പാകിസ്ഥാൻ നല്ല തുടക്കം ഉണ്ടാക്കാം. അതിന്റെ കൂട്ടത്തിൽ ബാബർ അസറും കൂടി വരികയാണെങ്കിൽ ഒരു ശക്തമായ ടീം തന്നെയാണ് പാകിസ്ഥാൻ. ശരി, ഹരികൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.